അപ്പം നമുക്കേ നല്ല ടേസ്റ്റി ആയൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ. ഇടിച്ച് വെച്ച ഇടിച്ചക്ക തോരനാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അതിനായിട്ട് ഞാൻ ഒരു ഇടിച്ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഇടിച്ചക്കയാണ്, വലുതല്ല. അതിന് പകുതി എടുത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞ് അതിൻ്റെ മൂക്കുഭാഗം ഉണ്ട്, ആ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ചെത്തി കൊടുക്കണം. കാരണം അതിൻ്റെ ആ ഭാഗം അങ്ങനെ ഒരു കടി അതിൽ നിൽക്കും, ഒരു വേവാത്ത പോലെ നിൽക്കും. അതുകൊണ്ടാണ് ആ ഭാഗം ചെത്തി കൊടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം 2 വിസിൽ എന്ന് പറഞ്ഞാൽ ഹൈലിട്ട് 2 വിസിൽ, നല്ലോണം വെന്ത് പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് അതിന് ശേഷം സ്ട്രെയിനിലിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇടിച്ചെടുക്കുന്നുണ്ട്. ഇടിച്ചെടുത്തതെല്ലാം ഒരു പാത്രത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയ ഉപ്പേരിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. കാരണം ഇടിച്ചക്കയുടെ തോല് കളയുന്ന ടൈം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ആ കുക്കറിലോട്ട് വേവിക്കുന്ന ടൈമും ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ഒതുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കയൊക്കെ ഇടിച്ച് കഴിയാനായിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ. ഇത് പണ്ട് ഉരലിലൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇതാക്കിയിട്ട് പെട്ടെന്നാകാൻ വേണ്ടി ഇടിച്ചെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇടിച്ച് വെക്കുന്ന ഇടിച്ചക്ക തോരൻ എന്നൊക്കെ പറയുന്നത്. അമ്മിയും ഇട്ടിട്ട് അമ്മ എല്ലാം ഇടിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ വെക്കുമ്പോൾ. ചിലവരിത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേവിച്ച് ഇതുപോലെ തേങ്ങ കൊതുക്കി വെക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്, കുറച്ചുകൂടി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും ഇതുപോലെ ഇടിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട തേങ്ങ ഒതുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 വെളുത്തുള്ളി, ഒരു 4 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, 2 ചീനമുളക് കേട്ടോ. ചീനമുളക് കുറവായതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്ത. ചീനമുളക് മാത്രമാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇത്തിരി ജീരകം, ഒരു നുള്ള ജീരകം, കൂടാൻ പാടില്ല, ഒരു നുള്ള ജീരകവും 2 കുരുമുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. ഈ ചതച്ചെടുത്ത തേങ്ങ നമ്മൾ ഇടിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടില്ലേ, അതിലിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പൊക്കെ പാകമാണോ നോക്കണം. ഓൾറെഡി നമ്മൾ ഇടിച്ചക്കയിൽ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതുകൊണ്ട് തന്നെ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇത് കുഴച്ചിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. ഉപ്പ് പാകമല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉണക്കമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് അതിൽ കുറവാണ് തോന്നുകയാണെങ്കിൽ ഉണക്കമുളകിൻ്റെ എണ്ണം ഒന്നും കൂടി കൂട്ടാം കേട്ടോ. ഞാൻ അതിലേക്ക് നമ്മളെ ഈ ഇടിച്ചക്കയും തേങ്ങയും കൂടി ഒതുക്കി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഇടിച്ചക്ക ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആയാൽ മതി. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന തോരനാണ്, ഉപ്പേരിയാണ്. ഇതൊക്കെ ഞങ്ങൾ നാട്ടിലൊക്കെ ഉപ്പേരി എന്നാണ് പറയാറ്, തോരൻ എന്ന് പറയും. അപ്പോൾ ഇത് ഓൾറെഡി ഇടിച്ചക്ക വെന്തതായതുകൊണ്ട് തന്നെ തേങ്ങ മാത്രമേ ജസ്റ്റ് ഒന്ന് ആവാനുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉപ്പേരിയാണ്. നമുക്ക് ആ ഇടിച്ചക്കയുടെ തോലും മൂക്കൊക്കെ ചെത്തി കളയുന്ന ടൈമും ആ കുക്കറിലിട്ട് ഒന്ന് ജസ്റ്റ് വേവിക്കണ ടൈമും മാത്രമേ വരുന്നുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റിയായ ഉപ്പേരിയാണ്. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ. ഇതൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇത് മാത്രം കുഴച്ച് നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഇടിച്ചക്ക ഇടിച്ചു വെച്ച തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ടാകുന്ന കാലമല്ലേ, അപ്പം എല്ലാവരും ഇടിച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിയായ ഇടിച്ചു വെച്ച ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ.